يا حامل القرآن قد خصك الرحمن بالفضل والتيجان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على رسوله الأمين وعلى آله وصحابه المتبعين صلاة وسلاما دائمين متلازمين في كل وقت وحين. മുത്തഫരിദ് സബക്ക് നമ്പർ 8. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഉളൂഇൻ്റെ സുന്നത്തുകളെയാണ്. ഉളൂഇൻ്റെ 11ഓളം സുന്നത്തുകൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനിയും കുറച്ചും സുന്നത്തുകൾ പറയാൻ ബാക്കിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. വതഅഹുദിൽ മആതിഫി, ചുളിവുള്ള സ്ഥലങ്ങളെ സൂക്ഷിച്ചു കഴുകൽ. 12ാമത്തെ സുന്നത്താണ് ഇവിടെ പറയുന്നത്. തഅഹുദ്, സൂക്ഷിച്ചു കഴുകൽ. അൽ മആതിഫി, ചുളിവുള്ള ചുരുണ്ട സ്ഥലങ്ങളെ. ഉദാഹരണത്തിന് വിരലിൻ്റെ മേൽഭാഗം, വിരൽ മടക്കുന്ന സ്ഥലത്ത് ചുരുണ്ട സ്ഥലമാണ്. അതുപോലത്തെ സ്ഥലങ്ങൾ എവിടെയെല്ലാം ഉളൂഇൻ്റെ അവയവങ്ങളിലുണ്ടോ അതെല്ലാം സൂക്ഷിച്ചു കഴുകണം. അവിടെ ചിലപ്പോൾ വെള്ളം ചേരാതിരിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം ചേർന്നിട്ടില്ലെങ്കിൽ ഉളൂഹ് സഹിയാവുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ അതിനെ സൂക്ഷിച്ചു കഴുകണമെന്ന് പറഞ്ഞത്. വൽ മൂഖി, പീളക്കൊഴിയെ. അപ്പോൾ പീളക്കൊഴിനെയും സൂക്ഷിച്ചു കഴുകണം. കണ്ണിൻ്റെ ഒരു ഭാഗത്ത് പീള വരുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അതാണ് പീളക്കൊഴി. വിരലുകൾ ഉപയോഗിച്ച് അതിനെ സൂക്ഷിച്ചു കഴുകൽ സുന്നത്താണ്. വൽ അഖബി, മടമ്പിന്, കാലിൻ്റെ ബാക്ക് സൈഡിൽ താഴെയുള്ള ആ മടമ്പുണ്ടല്ലോ, വൽ അഖബി, അതിന് മടമ്പ് എന്ന് പറയുന്നു. ആ മടമ്പിനെയും സൂക്ഷിച്ചു കഴുകൽ. ഇനി വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് മുന്നിടൽ. ഉളൂ ചെയ്യുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് ഉളൂ ചെയ്യണം. അത് സുന്നത്താണ്. ഇപ്പോൾ പറയുന്നതെല്ലാം സുന്നത്തായ കാര്യങ്ങളാണ്. ചെയ്തില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല, ചെയ്താൽ ഒരുപാട് പ്രതിഫലം ലഭിക്കും. ഖിബ്ലക്ക് മുന്നിട്ട് ഉളൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിൽ അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ ഉളൂ ചെയ്യണം. പള്ളിയിലാണെങ്കിലും അങ്ങനെ. ഔളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാപ്പ് തിരിച്ച് ഉളൂ എടുക്കുകയാണെങ്കിൽ ഖിബ്ലക്ക് മുന്നിടുന്ന അതേ സ്ഥലത്തായിരിക്കണം പോയി ഉളൂ ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കുക, കാരണം പ്രതിഫലമുള്ള കാര്യമാണ്. വഇതാലത്തുൽ ഖുർറത്തി, മുഖം നീട്ടിക്കഴുകൽ. ഖുർറത്ത് എന്ന് പറഞ്ഞാൽ മുഖം നീട്ടിക്കഴുകണം എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചും അധികം കഴുകണം. നേരത്തെ പറഞ്ഞിട്ട് മുഖത്തിൻ്റെ അതിർത്തി, നെറ്റിയുടെ മേൽഭാഗം മുതൽ മുടി മുളക്കുന്ന സ്ഥലം, അതുമുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെയും അകലത്തിൽ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുമാണ്, ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയാണ് മുഖം. അപ്പോൾ ഇതും ഇതിൻ്റെ പുറമെയുള്ള കുറച്ച് സ്ഥലം അധികം കഴുകണം. അതാണ് നീട്ടിക്കഴുകൽ. വത്തഹ്ജീലി, കൈകാലുകളെയും നീട്ടിക്കഴുകണം. അവിടെയും അങ്ങനെയാണ്. കൈന് കഴുകുമ്പോൾ മുട്ടുവരെയാണ് കഴുകേണ്ടത്, കൈ മുട്ടുവരെ. അപ്പോൾ അതിനേക്കാൾ കുറച്ച് മേലെയായിട്ട് കഴുകുക. കാല് കഴുകുമ്പോൾ അങ്ങനെയാണ്, ഞെരിയാണി വരെയാണ് കഴുകേണ്ടത്. അപ്പോൾ കഴുകുമ്പോൾ കുറച്ചും അധികം കഴുകുക, കുറച്ചും അധികം, ഞെരിയാണിയേക്കാൾ കുറച്ചും മേൽഭാഗം കഴുകുക. ഇതാണ് കൈകാലുകളെയും നീട്ടിക്കഴുകണം എന്നതിൻ്റെ അർത്ഥം. വതഖ്ലീലുൽ ലഹിയത്തിൽ കിസ്സത്തി, തിങ്ങിയ താടിയെ വിടർത്തി കഴുകൽ. താടി തിങ്ങിയിട്ടുണ്ടെങ്കിൽ
എന്ന് പറഞ്ഞെങ്കിൽ അടുത്തടുത്ത് മുട്ടിയിട്ടുള്ള താടിയാണ് തിങ്ങിയ താടി. എന്നല്ലാതെ ദൂരത്ത് ഓരോന്നോരോന്ന് മുളച്ച താടി അതല്ല. താടി തിങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് മുഴുവനായിട്ട് താടി ഉണ്ടെങ്കിൽ ആ താടിയെ വിടർത്തി കഴുകണം. വിരലുകൾ ഉപയോഗിച്ച് അതിനെ വിടർത്തി കഴുകണം. ഇത് സുന്നത്താണ്. അർത്ഥം വതഖ്ലീലു വിടർത്തി കഴുകൽ, അൽ ലിഹിയത്തി താടിയെ, ലിഹിയത്ത്, അൽ കിസ്സത്തി തിങ്ങിയ, വൽ അസാബിഇ വിരലുകളെയും, വിരലുകൾ പരസ്പരം അതിനെ കോർപ്പിച്ചുകൊണ്ട് വിടർത്തി കഴുകൽ. വതർക്കുത്തകല്ലുമി സംസാരം ഒഴിവാക്കൽ. ഉളൂ ചെയ്യുമ്പോൾ സംസാരിച്ചുകൊണ്ട് ഉളൂ ചെയ്യുന്നതല്ല. അവിടെ ചില ദിക്റുകൾ പറയാനുണ്ട്. സംസാരിക്കുന്നത് ഒഴിവാക്കണം. വശുർബി കുടിക്കൽ, മിൻ വലൂഇഹി, വലൂ വാക്ക് ഫത്ത് ആയിട്ടാണ് വായിക്കേണ്ടത്. മിൻ വലൂഇഹി ഉളൂ എടുത്ത വെള്ളത്തിൽ നിന്ന്. വശുർബി കുടിക്കൽ, മിൻ ഫളി അധികത്തിൽ നിന്ന്, വലൂഇഹി ഉളൂ എടുത്ത വെള്ളത്തിൻ്റെ. അപ്പോൾ ഉളൂ എടുത്തിട്ടായിട്ട് കുറച്ചും അധികമുള്ള വെള്ളത്തിൽ നിന്ന് കുടിക്കലും സുന്നത്താണ്. വലൂ എന്ന് വായിക്കണം, വാക്ക് ഫത്ഹായിട്ട്. അതാണ് ഉളൂ എടുത്ത വെള്ളം എന്നർത്ഥമാണത്. ഉളൂ ചെയ്ത വെള്ളത്തിൽ നിന്ന്. വശുർബി കുടിക്കലും, മിൻ ഫളി അധികത്തിൽ നിന്ന്, വലൂഇഹി അവൻ ഉളൂ ചെയ്ത വെള്ളത്തിൻ്റെ. അപ്പോൾ ഉളൂ ചെയ്തിട്ടായിട്ട് കുറച്ചും ഒഴിഞ്ഞ വെള്ളത്തിൽ നിന്ന്, ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് കുടിക്കൽ സുന്നത്താണ്. വലൂ എന്ന് വാക്ക് ഫത്ത് ആയിട്ടാണ് വായിക്കേണ്ടത്. എന്താ അങ്ങനെ കുടിക്കൽ സുന്നത്ത് എന്ന് പറയാൻ കാരണം? ലി ഖബരിൻ ഫീഹി, കുടിക്കണമെന്ന കാര്യത്തിൽ പറഞ്ഞ ഒരു ഹദീസ് ഉള്ളതിന് വേണ്ടി. ലി ഖബരിൻ ഹദീസ് ഉള്ളതിന് വേണ്ടി, ഫീഹി ഉളൂ എടുത്ത വെള്ളത്തിൽ നിന്ന് കുടിക്കണം എന്നതിൽ. വ അൻ യഖൂല പറയൽ സുന്നത്താണ്. ഇന്ദ ഗസ്ലി കുല്ലി ഉളുവിൻ എല്ലാ അവയവം കഴുകുന്ന നേരത്ത്. ഇന്ദ നേരത്ത്, ഗസ്ലി കഴുകുന്ന, കുല്ലി ഉളുവിൻ എല്ലാ അവയവം കഴുകുന്ന നേരത്ത് പറയണം. എന്താ പറയേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ദിക്റാണ് പറയേണ്ടത്. അതിൻ്റെ അർത്ഥം നോക്കാം. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഒരു ആരാധ്യനും ഇല്ല, ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ, വഹ്ദഹു അവൻ ഒരുവനാണ്, ലാ ശരീക ലഹു അവനിക്ക് ഒരു കൂട്ടുകാരും ഇല്ല, വ അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുഹു അള്ളാഹുവിൻ്റെ അടിമയാണ്, വറസൂലുഹു അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്. അപ്പോൾ ഈ ദിക്ർ വുളൂഇൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ അവയവം കഴുകുന്ന നേരത്ത് ചൊല്ലണം. എന്താ അങ്ങനെ പറയൽ സുന്നത്താണെന്ന് പറയാൻ കാരണം? ലി ഖബറിൽ മുസ്തഗ്ഫിരിയി വൽ ഹലീമി, ഇത് രണ്ട് ഇമാമിങ്ങളുടെ പേരാണ്. മുസ്തഗ്ഫിരി എന്ന ഇമാമും ഹലീമി എന്ന ഇമാമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉള്ളതിന് വേണ്ടി.
ഇവിടെ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാ ഇനിയും പറയാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഓരോന്നും പദവും അതിൻ്റെ അർത്ഥവും എഴുതി പഠിക്കുക. ഇവിടെ നിർത്തുന്നു. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.